ഹായ് ഗൈസ്, ഞാൻ എൻ്റെ കൊളീഗ്സും കൂടെ വയനാടേക്ക് ഒരു ട്രിപ്പ് പോയി. ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു ഇങ്ങനൊരു ട്രിപ്പ് ഞങ്ങൾ പോകുന്നുള്ളത്. ഓഫീസിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ നാളെ ലീവാണെന്നുള്ളൊരു ന്യൂസ് കിട്ടിയപ്പോൾ ഞങ്ങളത് തീരുമാനിച്ചു, എന്നാൽ നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്തൊരു സ്ഥലമായിരുന്നു വയലട. ഞങ്ങളൊരു വയലടയുള്ള റിസോർട്ട് വ്യൂ പോയിന്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുറേ നേരമായില്ലേ ഞാൻ പറയുന്നു. ഈ ഞങ്ങളിൽ സ്വാതേച്ചി, ഞാൻ, ജാനു, അഞ്ജലേച്ചി. അഞ്ജലേച്ചിയും ജാനു എൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ. സ്വാതേച്ചിയുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ 4 പേരും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോയി വരാൻ എളുപ്പമാണല്ലോ. പക്ഷേ ഇവിടെ ഉണ്ടായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അഞ്ജലേച്ചി ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ SM സ്ട്രീറ്റിൽ പോയിട്ട് വാങ്ങിച്ച കോസ്റ്റ്യൂമാണ് എൻ്റെ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ അഞ്ജലേച്ചിയുടെ ഫുൾ കോസ്റ്റ്യൂമും. പിന്നെ ജെൻസ്മാൻ്റെ കോസ്റ്റ്യൂം. ഞങ്ങൾ 3 ആളും SM സ്ട്രീറ്റിൽ നിന്ന് പെട്ടെന്ന് മേടിച്ച കോസ്റ്റ്യൂമാണ്. ഇത്ര നേരം പറഞ്ഞ് ഞാൻ മേലെത്തിയ കാര്യം എന്നോട് മറന്നുപോയി. ആക്ച്വലി മേലെത്തിയപ്പോഴാണ് ഇത്രയും നേരം നടന്ന് കയറിയതിൻ്റെ ക്ഷീണം അങ്ങ് മാറിക്കിട്ടിയത്. നല്ല വ്യൂ, നല്ല കാറ്റ്, നല്ല മൈൻഡ്, നല്ല മൂഡ്. ഞങ്ങൾ ശരിക്കും ആ ഒരു ദിവസം നന്നായി എൻജോയ് ചെയ്തു. പക്ഷെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു വേനൽക്കാലത്തായിരുന്നു. ഇത് ഇപ്പോൾ എടുത്ത വീഡിയോ അല്ല കേട്ടോ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോയാണ്. ഞങ്ങൾ കുറേ വീഡിയോസ് എടുത്തു, കുറച്ച് ഫോട്ടോസ് എടുത്തു. നല്ല രസമായിരുന്നു. ശരിക്കും ഞങ്ങളൊക്കെ വർക്ക് പ്രഷറിന് നന്നായി റിലീസായ ഒരു ദിവസമായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ വെയിൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കിട്ടിയ സമയം ഞങ്ങൾ നന്നായി മുതലാക്കിയെന്ന് തന്നെ പറയാം. പിന്നെ നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കയ്യിലൊക്കെ കുറച്ച് കവറുകൾ. അത് ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡായിരുന്നു. സ്പോട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, പറ കൊണ്ടുവന്ന ഫുഡ് മൊത്തം ഞങ്ങൾ കഴിച്ചു തീർത്തു. ഹോ, കഴിച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു സമാധാനം. ഇത് ഞാൻ ഉണ്ടാക്കിയ മസാല ദോശ കേട്ടോ. ഫുഡെല്ലാം അകത്താക്കി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു.